മരിച്ചിട്ടുണ്ടായെങ്കിൽ അയലെ നോക്കൊണ്ടു സുന്നത്തില്ലാണ്ടായെങ്കിലും മയ്യത്ര നോക്കു സുന്നത്തില്ലാണ്ടായെങ്കിലും മയ്യത്തിരെ ഔദ്യാൽമാർക്ക് ആ മരിച്ചവന്റെ മുഖത്തെ മുത്തൊണ്ടു സുന്നത്തുണ്ടോ ചെന്നിട്ടായിട്ടിരിക്കരുത്. മുഖത്തെ മുത്തോ സുന്നത്തുണ്ടോ നോക്കൊണു സുന്നത്തില്ല, നോക്കൊണു കറാഹത്തായെങ്കിലും മുഖത്തെ മുത്തൊണു സുന്നത്തുണ്ടോ. അപ്പൊ മുഖത്തെ മുത്തൊമ്പത്തുക നോക്കൽ വേണ്ടിയില്ലേ, അപ്പൊ മുഖത്തെ മുത്തൊമ്പത്തുക നോക്കൽ വേണ്ടില്ല, അത് പിന്നെ ഒരു വിഷയമായിട്ടിരിക്കുക. അതേ സന്ദർഭത്തിൽ ആ കാല് മുഖം നോക്കലായിട്ടിരിക്കുക കറാഹത്തുല്ലേ, മുഖത്തെ മുത്തൊണു സുന്നത്തുണ്ടോ ചെന്നിട്ടായിട്ടിരിക്കര് പരിശുദ്ധ ഇസ്ലാം ഞങ്ങളെ മുതൽ പഠിപ്പാട്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലിമാ സ്വഹ അന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബ്ബല വജിഅ ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹു അൻഹു ബഅദ മൗതിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബികളെ കൂട്ടത്തിൽ വഫാത്തായ ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹു അൻഹുയുടെ വഫാത്തിൽ പിന്നെ അയലെ മുഖത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുത്തിത്തെ ചൊന്നിട്ടായിട്ടിരിക്കര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹദീസ് ഞങ്ങൾ പഠിപ്പാട്ട്. ഇതനുസരിച്ചിട്ട് ഒരു ഔത്തുൽ മാത്ത് മരിച്ചെങ്കിൽ അവന്റെ മുഖത്തെ കൈഡമ മുത്തൊണുകു സുന്നത്തായിട്ട് തിരിച്ചു വന്നിട്ടു ഇമാമി ഞങ്ങൾ കിതാബിൽ പഠിപ്പാട്ടാണ്. ഇനി മയ്യത്ത് കുലിപ്പാട്ടിലൂടെ കുറെ വസ്തു നങ്ങ മരിപ്പ് പിന്നെ കുലിപ്പാട്ടിലേക്ക് മുന്നോലെ നങ്ങ എന്താക്കണോ റെഡിയാക്കിട്ട് പോയിക്കണു. ചില ആൾമാരുള്ള കുലിപ്പാട്ടിലൂടെ കാലിങ്ങനെ നേരിട്ട് പോവാറ് എന്തോ ഐറ്റം എടുത്ത പോലെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് അതാവണോ എടുത്തോണ്ട് പോവാറ്. അതൊരിക്കലും നല്ല ക്രമല്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മയ്യത്ര എത്ര വേഗ കുലിപ്പാട്ടണോ പിന്നെ ചുമ ലേറ്റാക്കണോ കുത്തിര ഐക്യവിനായിട്ട് മയ്യത്ര കൊമ്പോണ്ടേക്ക് മുന്നലെ ആ മയ്യത്ത് കുലിപ്പാട്ട ജാഗയില് ഐക്കുൽ ഐറ്റംസ് എന്താക്കണോ റെഡിയാക്കിട്ട് വെക്കണം. എന്തിനു വേണം ഐക്ക് റെഡിയാക്കി വെക്കണം. ഏതുപോലെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ വാഷ്റൂമുക്ക് കുലിക്കണക്ക് പോകുമ്പോഴത്തേക്കു എല്ലാം തട്ടമ തോർത്ത് അതിന്റെ എടുത്ത പോണുണ്ട്, അത് ഫസ്റ്റ് എടുത്ത പോകണം. പിന്നെ അവിടെ നിന്റെ പപ്പിട്ടല്ല അതെടുത്ത പാടി ഇതെടുത്ത പാടി ചെന്നിട്ടു അത് നല്ല ക്രമമല്ല. പോകുമ്പോഴത്തേക്ക് എന്താക്കണം എല്ലാം റെഡിയാക്കിട്ട് എടുത്ത് പോകണം. അപ്പൊ അതേപോലെ ആയിട്ട് ഈ മയ്യത്തിന് നങ്ങ ബൽത്തിയവിടെ നങ്ങ എടുത്തോണ്ട് എന്താ അവിടെ കുലിപ്പാട്ടൊന്ന് കുട്ടിയെ പോണ്ട ആ എടുക്കുമ്പോഴത്തെ ചൊല്ലണു എന്നിട്ട് ചൊല്ലണു ബിസ്മില്ലാഹി മിസ്സായി പോയെ മയ്യത്തിന് ബൽത്തിയവിടെ കുലിപ്പാട്ടൊന്ന് എടുത്ത പോകുമ്പോൾ എന്തിനു ചൊല്ലണു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അതായിട്ട് ഇതാക്കട്ടെ. യഥാർത്ഥത്തിൽ ഹംദും സ്വലാത്തും ചൊന്നിട്ടു ഉദ്ദാക്കലായിട്ട് സുന്നത്തായിട്ട് ഇവിടെ ബൽത്തിയവിടെ കുലിപ്പാട്ടൊന്ന് എടുത്ത പോകുമ്പോഴത്തേക്കും അത് ചൊന്നിട്ട് സുന്നത്തായിട്ട് എടുത്ത പോണു. അങ്ങനെ ഈ കുലിപ്പാട്ടിലേക്ക് മുന്നോളൂ ഒന്നോ ഒരു ജാഗ പോലും ഹോൾസ് ഇല്ലാത്ത പോലെ ഒട്ടയില്ലാത്ത പോലെ ആ ജാഗയുടെ ജാഗ്രത ആക്കും. കുലിപ്പാട്ടത് തെല്ല് പോലും ഓപ്പണിക്കൊതിര മേല് പോലും ബന്ധായിട്ടിക്കണു, 4 സൈഡിലും ബന്ധായിട്ടിക്കണു. അതേപോലെ കട്ടിയിലെ തലഭാഗ തെല്ലി അത്ര ആയിട്ട് വെക്കണം. അതേപോലെ പിന്നൊരു ഡ്രസ്സ് വേണം എന്തിനേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതായിട്ടിക്കര് ചൊമ്മത്തെ മോത്രം ആക്കാത്തത് ഫുള്ളായിട്ട് മറക്കണില്ലേ, ഫുള്ളായിട്ട് ആ മയ്യത്തിന് മേലിട്ടുണ്ടെങ്കിൽ ഒരു ഡ്രസ്സ് വേണം. ഡ്രസ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ പാൻറ് ഷർട്ട് എന്തോ അല്ല, ഒരു പിന്നെ ഉദ്ദത്തെ ഒരു തുണി എന്താക്കണം അതിന് മേൽ വിരിക്കണം. എന്തേ ചെന്നിട്ടുണ്ടെങ്കിൽ ചൊമ്മത്തെ മോത്തലും മയ്യത്ത് കുലിപ്പാട്ട് കാല് തട്ടോട് പാടിയിട്ടായിട്ടിക്കരുത്. ചില മോത്തുള്ള തട്ട പോലും കൊടുപ്പാട്ടില്ല. നാളെ മയ്യത്തിലൂടെ പോയിട്ടാകുമ്പോഴത്തേക്ക നക്കനെ കുലിപ്പാട്ടിട്ടുള്ള കടുത്ത ഹറാമായിട്ടിക്കരുത്. ആര് കുലിപ്പാട്ടാറ് ഇതൊരു 30 വർഷ അനുഭവം ഇല്ലാതെ 30 വർഷം അനുഭവം ഇല്ലാതെ ഡയറക്റ്റ് കണ്ടതായിട്ടിക്കരുത്. നക്കനായിട്ട് കുലിപ്പാട്ട് ഹറാമായിട്ടിക്കരുത്. യഥാർത്ഥത്തിൽ പരിശുദ്ധ ഇസ്ലാം ഞങ്ങൾക്ക് ചൊല്ലേ കുലിപ്പാട്ട് മയ്യത്തിന് അങ്ങനെ കൊണ്ടുണ്ട മയ്യത്തിന് മേലില് ഫുള്ളായിട്ടൊരു ഡ്രസ് ഇടണം, ഫുള്ളായിട്ടൊരു തുണി പിരിക്കണം. എവിടെ തലക്കടക്കം ഫുള്ളായിട്ട് തല പിടിച്ച് കാലത്തോളും. പിന്നെ മയ്യത്തിന് കുലിപ്പാട്ടം പറ്റുക ഔറത്തെങ്ങനെ നോക്കുന്നത് ഹറാമ്. അല്ലാത്ത ജാഗ പോലും നോക്കാണ്ടിക്കലായിട്ടിക്കരുത്, നല്ല ചെന്നിട്ടായിട്ടിക്കരുത്.
അപ്പൊ പിന്നെ കുലിപ്പാട്ട എങ്ങനെ കുലിപ്പാട്ടണോ? ആ തുണിയുടെ ഉൾഗത്ത് കൈയിട്ടിട്ടായിട്ടിരിക്കണം കുലിപ്പാട്ട്. ഇങ്ങനെ ഓപ്പൺ വെച്ചിട്ട് ഉറുദുനല്ല, ആ തുണിയുടെ ഉൾഗത്ത് കൈയിട്ടിട്ടായിട്ടിരിക്കണു കുലിപ്പാട്ടണോ ചൊന്നിട്ടായിട്ടിക്കര് പരിശുദ്ധ ഇസ്ലാം ചൊല്ലി. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മയ്യത്തടക്കം ആ ജനാസ കുലിപ്പാട്ടുന്ന സന്ദർഭത്തിൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തന്റെ കണ്ണിക്ക് തുണി കെട്ടിട്ടായിട്ടിക്കര് കുലിപ്പാറ്റി. അതുപോലെ കൂടുതൽ ആൾമാറും അതേപോലെ ചൊന്നിട്ടായിട്ടിക്കര് കണ്ണുക്ക് തുണി കെട്ടിട്ട് ഇന്നാറ് ചൊന്നിട്ടായിട്ടിക്കര് അത്രത്തോളം അങ്ങനെ ജാഗ്രതാക്കിയാൽ ചൊന്നിട്ടായിട്ടിക്കര്. ഇതേപോലെ സാധാരണ മയ്യത്ത് കുലിപ്പാട്ടം മുത്തുകൂത്ത് അതിലെല്ലാം ഓപ്പൺ വെച്ച് കുലിപ്പാട്ടല്ല. പിന്നെ ആ തുണി വെച്ചിട്ട് തുണി ഉദ്ദത്തെ തല പിടിച്ചിട്ട് കാലത്തോട് തുണിയിട്ടിട്ട് പിന്നെ കുലിപ്പാട്ടം മുത്തുകു അതിനൊക്കെ കൈറ്റിട്ട് കുലിപ്പാട്ടം ചൊന്നിട്ടായിട്ടിക്കര് ഇസ്ലാം ഞങ്ങളെ മുതൽ പഠിപ്പാട്ടുണ്ട്. പിന്നെ 2-3 തോർത്ത് അവിടെ റെഡിയാക്കിട്ട് വെക്കണം. കുലിപ്പാട്ടിലേക്ക് മുന്നല് 2-3 തോർത്തെല്ലാം റെഡിയാക്കിട്ട് വെക്കണം. അതേപോലെ 2-3 പാട്ട് അല്ലാണ്ടെങ്കിൽ കപ്പു അത് റെഡിയാക്കി വെക്കണം. എന്തിനേക്ക് ചൊല്ലുന്നുണ്ടെങ്കിൽ മൈനൊരു പിന്നെ ഒരു ടാങ്കിൽ തള്ളി റെഡിയാക്കി വെക്കണം. അതിനെ പിന്നൊന്നും ഇതാക്കാൻ വേണ്ടി. കാരണം ഈ കുലിപ്പാട്ട് തന്നെ തെരിക്കാണ്ട് ഞങ്ങൾ ജാഗ്രത ആക്കണം. അപ്പൊ 2-3 കപ്പ് എന്താക്കണം റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിലെ ഒരാൾ മുക്കിട്ട് പിന്നൊരുത്തരെ പാട്ടായി വിത്തോണം. ഈ ഓണെന്താക്കോ തീരാ ഓണി മയ്യത്തുക്ക് തണ്ണി കൊടുക്കണവണു അതിക്കേ ഡയറക്റ്റ് പോയിട്ട് മുക്കൊഴുക്കു തീരാ. അപ്പൊ അവിടെ മുക്കുഴവണു എന്തൊക്കെ ഇങ്ങനെ പാട്ടൊക്കെ വീത്തി അതിക്ക് വേണ്ടിട്ട് ഒരു 2-3 പാത്രം എന്താക്കണു റെഡി ആക്കിയിട്ട് വിൽക്കണം. പിന്നെ സോപ്പ് അതെല്ലാം പോണ്ടേക്ക് മുന്നിൽ റെഡിയാക്കണം. അതേപോലെ ഗ്ലൗസ് വേണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മയ്യത്തിരെ ഡയറക്റ്റ് കയ്യിൽ തൊടുത്തീരാ ചൊന്നിട്ടായിട്ടിക്കരുത്. ഡയറക്റ്റ് കയ്യിൽ തൊടുത്തീരാ ഗ്ലൗസ് നല്ല ഏത് ചൊന്നിട്ടുണ്ടെങ്കിൽ തുണിയായിട്ടിക്കരുത്. തുണി സുന്ദരതായിട്ടിക്കര നല്ല ഇണ്ടിപ്പ ഗ്ലൗസ് ഉള്ള കാരണത്തില് ആ ഗ്ലൗസ് എന്താവടു ഉമ്മയാവടും. പിന്നെ 2-3 തുണിയുടെ പോലെല്ലാം റെഡി ആക്കി വെക്കണം. ചെറിയ തുണിന്റെ പോലും എന്തിനേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ തുണ്ട് പീസ് എന്തിനേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ മയ്യത്തിരെ പഴുത്തേക്കൊണങ്ങിക്കര് വിശ്വാസാക്കൊണങ്ങിക്കര് അതേപോലെ മൂക്കുലുള്ളതെല്ലാം എടുക്കൊണങ്ങിക്കര് അതിക്ക് വേണ്ടിയിട്ട് 2-3 പീസ് ചെറിയ പീസ് റെഡിയാക്കി വെക്കുന്നതായിട്ട് നല്ലത്. അതേപോലെ പർത്തി റെഡിയാക്കി വെക്കണം. പർത്തി എല്ലാം അവിടുന്ന് വെക്കണം മയ്യത്ത് കുലിപ്പാട്ടിന്റെ അവിടുന്ന്. എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മയ്യത്ത് കുലിപ്പാട്ടിട്ടായാൽ പിന്നെ മയ്യത്തിരെ എതിർഭാഗത്തും പിറവു ഭാഗത്തും പർത്തി വീക്കണം കൊണ്ടു അത് പർത്തി വീക്കുന്നതും അതേപോലെ അടികാച്ച് കെട്ടുന്നതും അത് കുലിപ്പാട്ടിനോടുമേ എന്താക്കണോ കെട്ടിട്ട് കൊമ്പേണ്ടതായിട്ട് നല്ല. അതിക്ക് വേണ്ടിയിട്ട് അവിടെ പർത്തി എന്താക്കണോ അവിടെ റെഡിയാക്കിട്ട് വീക്കണം. പിന്നെ ഈങ്കല്ല കഡി എന്തിനേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ ഈങ്കൽ വന്ന എന്തിനുണ്ട് അതെന്തിനേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ മയ്യത്തിരെ ഉപ്പുരടൽ മാത്രം മണ്ണുണ്ടാ അതിലെടുക്കണം. വേണ്ടിയിട്ട് ആ ഈങ്കല്ല കട്ടിയും അതെന്താക്കണം റെഡിയാക്കി വീക്കണം. പിന്നെ ഉൽബത്തേട മറിച്ച സാത്വിക ഉൽബത്തേട അവിടെ കത്തുപാട്ടുണ്ടായെങ്കിലും അത് കുലിപ്പാട്ടിനോടെ എന്താക്കണോ കൊമ്പന്ന് വെയ്ക്കണോ ചൊന്നിട്ടായിട്ടിക്കരുത്. തെല്ല് പിന്നെ കൽപ്പൂര അതും റെഡിയാക്കിട്ട് വെക്കണം. എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മയ്യത്ത് കുലിപ്പാട്ട് ലാസ്റ്റ് കൽപ്പൂരത്ത് തന്നെ വിത്തണം കൊണ്ടു അതിക്ക് വേണ്ടിട്ട് ആ കൽപ്പൂരവും അവിടെ റെഡിയാക്കിട്ട് വെക്കണം. പിന്നെ നല്ല തണ്ണി നാണിച്ചെന്നര നല്ലത് ഏറ്റവും നല്ല തണ്ണി ഉപ്പ് തണ്ണിയായിട്ടിക്കര്. രണ്ടാമത്തെ സ്ഥാനമായിട്ടിക്കര് സാധാ തണ്ണി ഉപ്പ് തണ്ണിയായിട്ടിക്കര് ഏറ്റവും നല്ലത്. അല്ലണ്ടായെങ്കിൽ ഉപ്പ് തന്നെ ഇല്ലാണ്ടായെങ്കിൽ സാധാ തണ്ണിയായിട്ടിക്കര് നല്ല. പിന്നെ ഈ കുലിപ്പാട്ടവണ് ഔറത്ത് നോക്കുന്നത് അത് ഹറാമായിട്ടിക്കര് അത് ചൊമ്മ ജാഗ്രത ആക്കണ ഒരു വിഷയമായിട്ടിക്കര്. എന്നിട്ട് മാത്രല്ല ഈ കുലിപ്പാട്ടവൺ എന്തിനാവണു നല്ല വിശ്വസ്തനായ ആളാവണം. വിശ്വസ്തനായ ആളിലെ കുലിപ്പാട്ടവണ് ഉപരണോ ചൊന്നിട്ടായിട്ടിക്കര്. ആറാവർത്ത വന്നിട്ട് അവൻ കുലിപ്പാട്ടം തീരാ ചൊന്നിട്ടായിട്ടിക്കര്. വിശ്വസ്തനായ ആള് കുലിപ്പാട്ടവണ് ചൊന്നിട്ടായിട്ടിക്കര്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ മാത്രം മയ്യത്തിൽ മാത്രം എന്തെങ്കിലും കണ്ടുണ്ടായെങ്കിൽ ഈ പുറത്ത് വന്നിട്ട് ബായി ബടായിക്കറല്ലേ ഓട്ട് കുലിപ്പാട്ട കറുത്ത തീരാ ചൊന്നിട്ടായിട്ടിക്കര്. കാരണം പുറത്ത മയ്യത്ത് കുലിപ്പാട്ടി വന്നിട്ട് ആമ്പത്തുക ഒരാൾ മറക്കിക്കറാറ് ഏണിക്കല മയ്യത്ത് എന്തിനാ പാവ ഒട്ടിത്തോൽ പോയിട്ട് ഊട്ടത്തോൽ പോയിട്ട് മയ്യത്ത് നോക്കുമ്പോ കറുത്തിട്ട് ആയിട്ട് പാവാണ്ടല്ല. ഇത് ഗീബത്തായിട്ടിക്കര് മയ്യത്തിന് ചൊല്ലത്. ഇത് മയ്യത്തിന് ചൊല്ലത് ഗീബത്തായിട്ടിക്കര്. ഇങ്ങനത്തെ കൊണ്ട് മയ്യത്ത് കുലിപ്പാട്ട മുടങ്ങേ തീരാ. അതേണ്ട് അതിക്ക് വേണ്ടിട്ട് അങ്ങനത്തെ കടത്തോണം തീരാ. ഈ പുറത്ത് വന്നിട്ട് ദൈവത്ത് ചൊല്ലണു ഇങ്ങനത്തെ മനുഷ്യ പോയിട്ട് എന്താക്കും എവിടത്തോളം ചെന്നിട്ടുണ്ടെങ്കിൽ
ಮೈಯತ್ತು ಮಾತು ಸ್ಕಿನ್ ಮಾತು ಎಲ್ಗೆಟ್ಟು ಬಂದോണ്ടിരുന്നെങ്കിൽ പോലും അതിനെ വന്ന് പുറത്തു ചൊല്ലത്തി രാജൊന്നിട്ടായിട്ടിരിക്കും. അല്ലണ്ടെങ്കിൽ മയ്യത്ത് കറപ്പടിച്ചിട്ടുണ്ടോ അതിനെ വന്നിട്ട് പോലും പുറത്തു ചൊല്ലത് അത് ഗീബത്തായിട്ട് ഇക്കിരി ചൊന്നിട്ടു. പരിശുദ്ധ ഇസ്ലാം ചൊല്ലു. നിങ്ങൾ നോക്കൂ, ഒരു സംഭവം ഇമാം ഇങ്ങനെ ചൊല്ലാറ്. മദീനത്തിൽ ഒരു പെണ്ണിങ്ങ മരിച്ചിട്ട്, മദീനത്തിൽ ഒരു പെണ്ണിങ്ങ മരിച്ചിട്ട് അത് എപ്പ ഇമാം മാലിക് റളിയല്ലാഹുവിന്റെ കാലത്തിലായിട്ട് ഇമാം മാലിക് റളിയല്ലാഹുവിന്റെ ആ ഒരു ടൈമിലും ഹിജറി ഒരു 150 ആ ടൈമിലായിട്ട് അങ്ങനെ മരിച്ചിട്ടാകുമ്പത്തുക അവിടെ മയ്യത്ത് കുളിപ്പാട്ടിന് വേണ്ടിട്ട് ഒരു പെണ്ണിങ്ങനെ കൂട്ടി വന്നാറ്. അങ്ങനെ കൂട്ടി വന്നിട്ട് മയ്യത്ത് കുളിപ്പാട്ടിട്ട് ആ പെണ്ണിങ്ങനെ സീക്രട്ട് പാർട്ടിന് അവിടെ എത്തുമ്പത്തുക മൂത്രമീത്ര ജാഗി എത്തുമ്പത്തുക അയാളുടെ കൈ അവിടെ ഒത്തി പിടിച്ചത്. അയാളുടെ കൈ എന്തായിട്ട് പത്തി പിടിച്ചത് അവിടേക്ക് എടുക്കണോ വേണ്ടില്ല, കൈ എടുക്കണോ വേണ്ടില്ല. അങ്ങനെ എങ്ങനെ നോക്കുമ്പോ എടുക്കോ വേണ്ടില്ല, കൈ എടുക്കോ വേണ്ടില്ല. അങ്ങനെ ആൾമാര് ചുമ ട്രൈയാക്കാറ്, ചുമ പെണ്ണിങ്ങ വന്നാറ് ഇല്ല. പിന്നെന്താക്കടെ ലാസ്റ്റ് ഒന്നാ മയ്യത്തിനെ ഗുഹ്യ ഭാഗത്ത് മുറിച്ചിട്ടെടുക്കണം, അല്ലെങ്കിൽ ഇവിടെ കൈ കട്ടാക്കണം. ഇതല്ലാണ്ട് വേറൊരു മാർഗം അവിടെ ആർക്കും അവിടെ കണ്ടോണ്ടില്ല മദീനത്തില്. അങ്ങനെ ആർക്കും കാണാണ്ടിരിക്കുമ്പോത്തുക ലാസ്റ്റ് അവിടെ ചെന്നാറ് നോക്കോ, നിങ്ങൾ മദീനത്തില് മാലിക് ഇമാം ഉണ്ടല്ലേ, ഇമാം മാലിക് റളിയല്ലാഹു പോയിട്ട് നിങ്ങൾ ഒരു ഫത്വ കേട്ട് പറയുക, ഈക്ക് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാച്ചൊന്ന് നോക്കുക. അങ്ങനെ മാലിക് ഇമാം വീട്ടിലേക്ക് പോയാറ്. മാലിക് ഇമാം റളിയല്ലാഹു പോയിട്ടാകുമ്പോത്തുക മാലിക് ഇമാം റളിയല്ലാഹു വിഷയം ചെന്നാറ്. മാലിക് ഇമാമെ ഒരു പെണ്ണിങ്ങ മരിച്ചിട്ടാകുമ്പോത്തുക അവിടെ കുളിപ്പാട്ടുണ്ട് ഒരു പെണ്ണിങ്ങ വന്ന് അയിമ കുളിപ്പാട്ടിട്ട് ആ മയ്യത്തിൽ ഗുഹ്യ ഭാഗത്തേക്ക് മൂത്രമീത്ര അവിടെ എത്തിട്ടാകുമ്പോത്തുക അയിമടെ കൈ പത്തിയത് എടുക്കണോ വന്നോണ്ടില്ല, എന്തിനാക്കണോ ചൊന്ന് കൊത്തുവായിട്ടില്ല. അവിടെ പലയിടത്തെ അഭിപ്രായം വന്നോണ്ടുണ്ടു. ചില ആൾമാർ മയ്യത്ത് ഗുഹ്യ ഭാഗത്ത് കട്ടാക്കിട്ട് എടുക്കുക, ചില ആൾമാർ ഇവിടെ കൈയുടെ കട്ടാക്കിട്ട് എടുക്കുക ചെന്നിട്ട് ഇങ്ങനെ അഭിപ്രായം വന്നോണ്ടുണ്ടു. എന്തിനാക്കണോ ചെന്നിട്ട് പോയിട്ട് മാലിക് ഇമാം വരട്ടിಗೆ അവിടെ കേട്ടാണ് റളിയല്ലാഹു അൻഹു. അപ്പ മാലിക് ഇമാം റളിയല്ലാഹു അൻഹു ചെന്നു സലൂഹാ മാ ഖാലത് ലമ്മാ വളഅത് യദഹാ, நீங்க ஒரு சொராக்கணும், நீங்க போயிட்டு ஐமருக்கு கேட்கணும் ಮಯ್ಯತ್ತರೆ ಆ ಗುಹ್ಯ ಭಾಗത്തെ ಕಲ್ಕಡೆ ಟೈಮ್ ಎಂದ್ರೆ ಬಿಯಾರಿಸಿರಾರು ಚೊಂದು ಕೇಳ್ಕೊಂಡು ಮಯ್ಯತ್ತರೆ ಆ ಗುಹ್ಯ ಭಾಗത്തെ ಸೀಕ್ರೆಟ್ ಪಾರ್ಟ್ರೆ ಕಲ್ಕೊಂಬತ್ತುಗು நீங்க எந்திர வியாரிசிராரு ചൊന്ന് ടൈം ഇട്ടിട്ട് പോയി കേൾക്കണം. കേട്ടിട്ട് അയാൾക്ക് നടക്കുന്ന ആൻസർ അപ്പൊ നമുക്ക് അത് മനസ്സിലുള്ളൊരു പിന്നെ അയക്കുള്ള ഫത്വ എന്തൊരു ചൊന്നാ ചെല്ലാണ്ട് അങ്ങനെ പോയാറ് കേട്ടാറ്. കേട്ടിട്ടാകുമ്പത്തുക സുബ്ഹാനല്ലാഹ് ഇതെല്ലാം മയ്യത്ത് കുലിപാട്ടിനോട് നടക്കുന്ന സംഭവമായിട്ടിരിക്കുന്നു. കേട്ടിട്ടാകുമ്പത്തുക അയിമ ചൊന്തു അസ്വാഹാദൽ പർജു റബ്ബഹു ചൊന്നിട്ടു അയിമ ചൊന്തു അല്ല നാന് മയ്യത്ത് കുലിപാട്ടിട്ട് ഈ സീക്രട്ട് പാർട്ട് അവിടെ മൂത്രവിതര ജാഗ്രത അവിടെ എത്തിത്താമെന്നാണ് വിചാരിച്ചത്. എത്ര ആയിട്ടിക്ക് ഇത് കൊണ്ടിട്ട് തപ്പാക്കിയത് ഈമ, എത്ര ആളായിട്ട് ഈമ വിചാരാക്കിട്ടിക്കു, ഈ സീക്രട്ട് പാർട്ട് കൊണ്ട് എത്ര ആൾമാരിട്ട് ഈമ പോയിട്ടിക്കു, ഇതെല്ലാം നാണ് വിചാരിച്ചു പോയാൽ ചെന്നിട്ടു അയിമ ചൊന്തു. നാനങ്ങനെ മയ്യത്ത് കുലിപ്പാട്ടമ്പത്തുകു ഇതെല്ലാം എന്റെ മനസ്സിൽ വന്ന് പോയിട്ട് ചെന്നിട്ടു അയിമ ചൊന്തു. അപ്പ ഇതിൽ ഈ വിഷയം എടുത്ത പോയിട്ട് മാലിക് ഇമാം വരട്ടി ചൊന്നാണ്. അപ്പ മാലിക് ഇമാം റളിയല്ലാഹു അൻഹു ചൊന്തു, ഓ ആ പെണ്ണിങ്ങ ഏറ്റവും വലിയ തപ്പാക്കിരായിട്ടിക്ക്. അപ്പൊ ആ പെണ്ണിങ് എന്താക്കിട്ട് അയിമടെ ബെഞ്ചല് ചൊന്തു, അല്ലണ്ടെങ്കിൽ അയിമടെ മേല് വ്യഭിചാര ആരോപണം ആക്കിത്ത്. അപ്പൊ വ്യഭിചാര ആരോപണം ആക്കിണ്ടായെങ്കിൽ ഒരാളിന്റെ മേല് വ്യഭിചാര ആരോപണം ആക്കിണ്ടായെങ്കിൽ അയാൾക്ക് ഇസ്ലാമിന്റെ നിയമ 80 അടി അടിക്കണം ചൊന്നിട്ട് അടിക്കുന്ന ഇസ്ലാമിന്റെ നിയമം, 80 അടി അടിക്കണം ചൊന്നിട്ട് അടിക്കുന്ന ഇസ്ലാമിന്റെ നിയമം. മാലിക് ഇമാം ഫത്വ കൊടുത്തു, നീങ്ങ പോണു അയിമക്ക് 80 അടി അടിക്കണം ചൊല്ലുണ്ട്, 80 അടി നീങ്ങ അടിക്കണം എന്നുണ്ടെങ്കിൽ പരിഹാരം കിട്ടുക ചൊന്നിട്ട് ഇമാം മാലിക് ഉള്ളതാണ് ചൊല്ലു. വേറെ ഒന്നും ഇല്ല പരിഹാരം ചൊല്ലു. അങ്ങനെ പോയാറ് പോയിട്ട് 80 അടി അടിച്ചാറ്. എന്തൊക്കെ വേണ്ടിട്ട് അയിമയുടെ മേൽ ഇല്ലാത്ത ആരോപണമായിട്ട് ക്രീമ വിചാരിച്ചത്. ಅದಕ್ಕೆ എന്തൊരു ചൊല്ല് ബെഞ്ചല് ചൊല്ല്, അല്ലണ്ടെങ്കിൽ വ്യഭിചാര ആരോപണ ചൊല്ല്. അപ്പൊ വ്യഭിചാര ആരോപണം ആക്കുമ്പോത്തുക അങ്ങനത്തെ ആൾമാർക്ക് 80 അടിക്കും അടിക്കണം ചൊല്ല് കാരണത്ത് പോയിട്ട് 80 അടി അടിച്ചാറ്. അടിച്ചിട്ടാകുമ്പോത്തുക അപ്പ 80 അടി തീരളോട് കൂടെ ഈമടെ കൈ തന്നാത്തിക്ക് എണിച്ച് വന്ന് ചൊന്നിട്ടായിരിക്കും, ഈമടെ കൈ തന്നാത്തിയോട് എണിച്ചിട്ട് ചൊന്നിട്ടായിരിക്കും.
അപ്പ മാലിക് ഇമാമിനെ കുറിച്ചിട്ട് റായത്താൽമാർ ചൊന്നാറ് ലാ യുഫ്താഉ മാലിക്കും ഫിൽ മദീന. മാലിക് ഇമാം മദീനത്തിൽ ഇരിക്കുമ്പോഴത്തേക്ക് വേറെ ആരെ ഫത്വ വന്നിട്ടില്ല. മാലിക് ഇമാം ഉണ്ട എല്ലാ ഫത്വത്തുക്കും അയൽ മയ്യാവ് ചൊന്നിട്ടായിട്ട് റായത്താൽമാർ ചൊന്നാറ്. അപ്പൊ അയലിലെ ഫത്വത്തെ കാരണത്തില് ആ മയ്യത്ത് കുലിപ്പാട്ടി ആ പെണ്ണുങ്ങളെ കൈയോട്ട് ഇൻസുമത്ത് ചൊന്നിട്ടായിട്ട്. അപ്പൊ അതുകൊണ്ടിട്ടു മയ്യത്ത് കുലിപ്പാട്ടിയ മനുഷ്യ വിശ്വസ്തനായ ആളാവുന്നു. ആൽമാരം എന്ന് പറഞ്ഞിട്ട് മയ്യത്തിലെ ഐബ് ചൊല്ലേ, മയ്യത്തിലെ കുറത്ത ചൊല്ലേ, ഇങ്ങനത്തെ കൊണ്ട് മയ്യത്ത് കുലിപ്പാട്ട കടത്തു തീരാ ചൊന്നിട്ടായിട്ട് പരിശുദ്ധ ഇസ്ലാം ഞങ്ങളെ മുന്നിൽ പഠിപ്പാട്ട്. ഇൻഷാ അല്ലാഹ് മയ്യത്ത് എങ്ങനെ കുലിപ്പാട്ടെന്ന് ചൊല്ലേ ചെറിയ രൂപത്തിൽ ഇൻഷാ അല്ലാഹ് നാളെ ചൊല്ലുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല കേട്ടതെല്ലാം അല്ലാഹു ഒരു സ്വാലിഹായ അമലിനെ കൊടുക്കൽ അല്ലാഹു ഉൾപ്പെടുത്തിട്ട് ആരെ കുറിച്ചിട്ടും ഒരു വിചാര ആരോപണാക്കിടമാ വേണ്ടാത്തത് വിചാരിക്കണമാ അങ്ങനത്തെ ഒന്നും അല്ലാഹു തആല ഞങ്ങളെ മനസ്സിൽ തരാണ്ട് എല്ലാ ആൾമാരെയും വിചാരിക്കുമ്പോഴത്തേക്കും നല്ലത് മാത്രമേ വിചാരിക്കണു. അല്ലാഹു ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.